ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സൂപ്പർ വീഡിയോ ആണ്. എനിക്കൊരു എൻജോയ്മെന്റ് തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മുടെ ഇവിടുത്തെ പരിപാടി ഒരു പൂക്കളിടുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മുടെ രാമേന്ദ്ര അമ്പലത്തിൽ എന്നും രാത്രി നമ്മൾ പൂക്കളം ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. ഓണത്തിന് മുൻപായിട്ട് ഓണത്തിന് മുൻപ് എന്തായാലും പൂക്കളം വേണ്ടേ? അപ്പൊ ഉത്രാട ദിനം രാത്രി നമ്മളിവിടെ പൂക്കളടും. നമ്മുടെ രാമേന്ദ്ര അമ്പലത്തിലാണ് പൂക്കളടുക. നമ്മൾ കുട്ടികളും വലിയവരൊക്കെ ചേർന്നിട്ടാണ് ഇടാറ്. കുട്ടികൾ അവിടെ മെയിനാണ്. അപ്പൊ ഇതിലത്തെ നമ്മുടെ കുട്ടികളുടെ ഒരു ഇതാണ് ലക്ഷ്മിക എന്നാണ് പേര്. നമ്മൾ ലമ്മി എന്ന് വിളിക്കും. ഹായ് ലമ്മി. അപ്പൊ നമുക്ക് പൂക്കളം കാണണ്ടേ? ലെറ്റ്സ് ഗോ. നമ്മുടെ മുഖം കണ്ടേ? അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യാനായിട്ട് ആയിട്ടുള്ള പൂക്കളം വെട്ടണതും പൂക്കളം വെട്ടിക്കഴിഞ്ഞിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഇരിക്കാൻ സമയം കിട്ടുമ്പോഴല്ലേ ആലോചിക്കണം. നമ്മുടെ അമ്പലം നടപ്പര അവിടെയാണ്. അപ്പൊ ഇതാണ് ശ്രീകോവില്, ശ്രീരാമന്റെ അമ്പലമാണ്. അവിടെ ഗണപതി, അവിടെ ദുർഗാദേവി. മെയിൻ സ്ഥലം ഇതാണ്. ശ്രീരാമൻ, നമ്മുടെ ശ്രീരാമന്റെ അമ്പലമാണ് ഇത് കേട്ടോ. ഇപ്പൊ 11 മണിയായി സമയം. അപ്പൊ ഈ നേരത്തെ ഒരു പൂക്കളടലും അതൊക്കെ പ്രത്യേകം വൈബാണ് ഗൈസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതേ പരിപാടി ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ കൊല്ലമൊന്നും ഇത് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളിപ്പോഴല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ ഈ കൊല്ലത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ ഇടും. ഉറപ്പാണ് ഗൈസ്, ഞാൻ ഈ വീഡിയോ എന്തായാലും ഇടണതാണ്. അപ്പോൾ നമ്മുടെ അമ്പലം ഇത് നമ്മുടെ നടപ്പരയിലാണ് നമ്മൾ പൂക്കളിടുന്നത് കേട്ടോ. ഗൈസ് നമുക്കൊരു പണി കിട്ടി ഗൈസ്, തെച്ചിപ്പൂ പൊട്ടിക്കാൻ. അപ്പൊ നമ്മൾ തെച്ചിപ്പൂ പൊട്ടിക്കാൻ. അപ്പൊ ഇതാ ഇവിടെയാണ് തെച്ചിപ്പൂ പൊട്ടിക്കാൻ. നമ്മുടെ പൂക്കളം എത്രയായിട്ടോ? ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പൊ ഇത്രയുണ്ട്. നമ്മളെ നേരത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടി മറ്റേ സാധനം വേണം, മറ്റേ പ്ലക്കറില്ലേ ഇത് ഫില്ല് ചെയ്തോ? ഇപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു സെക്ഷൻ, നമ്മൾ ഇട്ടുന്ന സെക്ഷൻ കംപ്ലീറ്റ് ആവാറായി. ഇനി ഈ ഒരു ഭാഗം കൂടി ഉണ്ട്. പിന്നെ ഇത് ഫില്ലാക്കണം ഇതുപോലെ. നമ്മുടെ മാത്രമേ ഇനി ഇത്തിരി ബാക്കിയുള്ളൂ കഴിയാനായിട്ട്. എല്ലാവരും നല്ല കളിഞ്ചിരിയാണ്. അത് ഞങ്ങളുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കണം എന്നില്ല കേട്ടോ. ഗൈസ് നമുക്കിത് ഇടയിൽ ഒരു കോലിമുട്ടായി കിട്ടിയതേ, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാണ്. ഗൈസ് നമുക്ക് ഇതാ കോലിമുട്ടായി കിട്ടി. എനിക്ക് വാട്ടർ മെലണാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഓറഞ്ച് അല്ലേ? ഓക്കെ, അപ്പം നമുക്കിത് കഴിക്കണ വീഡിയോ ആയിട്ട് വരാട്ടോ. ഇതാണ് നമ്മുടെ കോലിമുട്ടായി. ഗൈസ് ദാ ഇപ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു ഫിനിഷിങ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോൾ ഒരുവിധം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ
നമ്മുടെ നേരത്തെ ആ റൗണ്ട് ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇടാനുള്ളത് പച്ചയാണ്. അതിട്ടാ ഭംഗി ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കണം. അതിട്ട ഭംഗി ഉണ്ടാവുമെന്ന് നോക്കണം. പിന്നെ അതൊക്കെ ഒന്ന് ലെവലാക്കാണ് അവിടെ ചെയ്യണായിട്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ആ റൗണ്ട് നല്ല പോലെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പച്ചയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതാ നേരത്തെ പറഞ്ഞ പോലെ പുല്ലൊക്കെ വെട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് ദാ അവിടെ പച്ച ഇട്ട് ഇതാണ് നമ്മൾ പച്ചിട്ട് തുടങ്ങിയ കാഴ്ചകൾ. ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇതാ ഇവിടം വരെ ആയിട്ടാണ് നമുക്ക് അവസാന ലുക്ക് കാണാൻ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇവിടം വരെ എത്തിയപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് അത്ര ഇട്ടിട്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ വേറെ ഇപ്പൊ എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? 3 എണ്ണല്ലേ? 3 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരെണ്ണം കൂടി കംപ്ലീറ്റ് ആയാണ്ട് ബാക്കി ഫിനിഷിങ് വർക്കും അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. കണ്ട നല്ല ക്യാമറയിൽ കാണാൻ നല്ല രസമാണ്. അതിനെക്കാട്ടും സൂപ്പറാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട്. നമ്മുടെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഒരു ലെയറും കൂടി അല്ല 1-2 ലെയർ കൂടി ഇടാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ എല്ലാ പരിപാടികൾക്കും ഇങ്ങനെ ഒപ്പം വന്നിടാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് വെച്ചണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷം. പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന ഇത് കൂടി കാണാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. ഇവിടെ എനിക്കറിയില്ല. നിനക്കിപ്പോൾ സമയം ഇല്ല, ഞാൻ സമയം നോക്കിയിട്ടില്ല. 11:30. കൈസ്ത വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല. നിങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കാനായിട്ടല്ല, പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് കഴിഞ്ഞു പോണേന്ന്. ഇപ്പോൾ ഈ പച്ച മാത്രമേ ഇടൂ, ബാക്കിയുണ്ട് കളർ ഇടാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഷേപ്പ് വന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു അടിപൊളി ഷേപ്പായിട്ട് വന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടിട്ട് അടുത്ത വീഡിയോസ് ഇതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കിപ്പൊക്കെ ചെയ്യാട്ടോ. കാരണം സെയിം വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ നശിപ്പിക്കാനായിട്ട് കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ അതിങ്ങനെ വീഡിയോ നശിപ്പിക്കാനായിട്ട് വരുന്നത് സത്യമായിട്ടും ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടമല്ല നമ്മളെന്താ പറയുക ഇങ്ങനെ നമ്മളെ ശല്യം ഇറിറ്റേറ്റ് ചെയ്യുക. നമ്മള് കഷ്ടപ്പെട്ട് വീഡിയോ ഇതടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരിങ്ങനെ ഇടയിൽ വന്നിട്ട് ഓരോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പൊ എത്ര മിനിറ്റ് ആയി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്? 8. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് സമയം കുറച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതാക്കാം. അപ്പോൾ കൂടുതൽ നേരം നിങ്ങൾക്ക് കാണണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒന്നും വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് അവസാനമായിട്ടുള്ള ആ ഒരു ഭാഗം കാണുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ പച്ചയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട്. നമുക്ക് ആ ഗ്യാപ്പുകളിലും കൂടി ഒന്ന് ഇടണം കേട്ടോ. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ 2 പേരും മാത്രം ഈ ഒരു ഗ്യാങ്ങിലുള്ളൂന്ന്. പക്ഷെ ഒരാളും കൂടിയുണ്ട്. ഇവളാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ എടുത്തു തരുന്ന ആള്. പക്ഷെ ഇവിടെ ആൾക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനുള്ള നാണം കൊണ്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചീര പോലത്തെ ഒരു ഇലയാണ് നമ്മൾ നുറുക്കിയിട്ട് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളിതാ വൈലറ്റ് ഇട്ടു. പച്ചേൻ്റെ അപ്പുറത്ത് വൈലറ്റ് ഇട്ടുണ്ട്. കോംബോ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കോംബോ കുഴപ്പമില്ലാന്ന്. നമുക്ക് അവസാനം നോക്കി നോക്കാം. ഇപ്പൊ ഗൈസ് ഞങ്ങൾ വലിയ എക്സൈറ്റഡ് ആണ്. കാരണം ഫുള്ളിട്ട് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നുള്ളൊരു എക്സൈറ്റ്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാനാണ്. എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ഉത്രാടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഡേറ്റൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് ഉത്രാടാണ്. അപ്പം നമ്മൾ ഇന്നാണ് ബുക്ക് നടന്നതെന്നൊക്കെ പറഞ്ഞാലും
നമ്മൾക്ക് ഇപ്പോൾ രാത്രിയല്ലേ ഇനി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങലാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നാളെ മോർണിംഗ്, അതായത് നാളെയാണല്ലോ ഓണം, നാളെ ഒരു മോർണിംഗിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്ന് ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പേര് കുത്തിത്തിരിപ്പാക്കാൻ വന്നവരൊക്കെ അവരെന്നെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്കിലായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ, അത് നിർബന്ധമാണ്. പറ്റുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യാണ്ട് മറക്കുക. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ചുറ്റും നമ്മൾ കസാരയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എലിശല്യമൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ക്ലിപ്പ് അതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സമയം 12:30 അതുകൊണ്ടാണ് ഞങ്ങൾ ഹാപ്പി ഓണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സദ്യ ഉണ്ടല് അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് ഉത്രാടം കഴിഞ്ഞത് തിരുവോണം എത്തി, നമ്മുടെ ഓണദിനം എത്തി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവോണം. ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്.